വെൽക്കം ടു പവാടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ സ്വാഗതം എന്ന് പറയാൻ പറ്റും. ഭയങ്കര മഴയാണ്. ഇന്നലെ ഒരു 6-7 തുടങ്ങിയ മഴയാണ്. ഭയങ്കര ശബ്ദം. നമ്മളെ ഈ അടക്കള ഷീറ്റ് അങ്ങനെ ഭയങ്കര ശബ്ദമാണ്. നിങ്ങൾക്ക് തന്നെ കേൾക്കണ്ടോ? വെള്ളം അറ്റാവെള്ളം വീഴുന്നത് എല്ലാരും കിണറ്റിലെ വെള്ളം കണ്ടല്ലോ. കിണറൊക്കെ നിറഞ്ഞു നമ്മുടെ അല്ലേ. അപ്പൊ ഇന്ന് രാവിലെ അല്ലേ അത്ര നല്ലൊരു ന്യൂസ് അല്ല നമ്മളാണ് കേട്ടതും അല്ലേ. അത്ര നല്ല ന്യൂസ് അല്ല കേട്ടോ ഇന്ന് രാവിലെ എഴുതിച്ചിട്ട് നമ്മൾ കേട്ട ന്യൂസ്. വിഷമമുള്ളൊരു ന്യൂസ് തന്നെയാണ്. വിഷമത്തിലുപരി എന്തിനാണ് ദൈവം ഈ വക ജാതി പെണ്ണുങ്ങൾക്ക് കുട്ടികളെ കൊടുക്കണേന്ന് ചിന്തിച്ചു പോകും നമ്മളല്ലേ. അവൾക്ക് വേണ്ടെങ്കിൽ ആരെങ്കിലും കൊടുത്തൂടെ? എന്തിനാണ് ജീവെടുക്കുന്ന കുട്ടീനെ? അവളെ കുട്ടീനെ ഏറ്റുപൊക്കി കൊണ്ടുപോകണം വിചാരിച്ചു അതിനെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നുള്ള ഒക്കത്ത് വെച്ചിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പോണ നേരത്താണ് ഞാൻ ഈ ന്യൂസ് കണ്ടത്. അപ്പൊ എന്താ കുട്ടി ഇപ്പൊ ഇവിടുന്ന് മിസ്സായിണ്ടാവുക ബസ്സിൽ നിന്ന് എടുത്തു. ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഞാൻ അങ്ങനെ എന്തിനു വീട്ടിൽ കുടുക്കൽ കുടിക്കാണ്ട് എന്താ വെച്ചാൽ ഇവർക്കൊരു സ്വഭാവം ഉണ്ടേ, കൈ വിട്ടിട്ട് ഓടില്ല എവിടെ. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചാ ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടി കഴിഞ്ഞ് മിസ്സായ ആരെങ്കിലും പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യം ചിന്തിച്ചേട്ടാ. ഇന്ന് രാവിലെ എണിച്ചപ്പോഴാണ് എൻ്റെ അമ്മ കൊണ്ടേ എൻ്റെ പുഴയിൽ തള്ളിയതാന്ന് നമ്മൾ പറയണത്. വല്ലാത്തൊരു സ്ത്രീ. ഒരു കാര്യമില്ല ചേട്ടാ. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമം റെഡി ആവാനുണ്ടല്ലോ, ഇതിനൊന്നും ഒരു അർജി ഉണ്ടാവില്ല. ഇനിയും നമ്മൾ ഇങ്ങനത്തെ ന്യൂസിൽ ഇഷ്ടം പോലെ കേൾക്കാൻ എടുക്കണുള്ളൂ. ഇനി ഇതിന് വലിയ ന്യൂസ് നമ്മൾ കേൾക്കാൻ പോകണുള്ളൂ. എന്താ വെച്ചാൽ ജയിലിലിരുന്ന സുഖമായിരുന്നു. 3 നേരം മുട്ട ഫുഡ് തിന്ന് അവളമ്മ പറയണ്ട അവൾക്ക് ആവശ്യമുള്ളൊന്നും മേടിച്ചു കൊടുക്കാനുള്ള ഭർത്താവ് വീട്ടിലുള്ളത് കഴിച്ചാൽ മതി. അപ്പം ഇനിയിപ്പോൾ വീട്ടിലുള്ളത് കഴിക്കണ്ടല്ലോ. അമ്മയാണ് ആരെന്നൊരു സ്ത്രീ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എന്താ വെച്ചാൽ ഈ ഒരു നേരത്തെ ആണുങ്ങളെ കാണുമ്പോൾ മക്കളെ ഇട്ടെറിഞ്ഞ് പോണ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ കോടതി തക്കതായ ശിക്ഷ കൊടുക്കണമെങ്കിൽ ഇതൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. മനസ്സിലായി? ഈ മക്കളേനെ കൊല്ലണത്, ഈ മക്കളേനെ വഴിയിൽ ഉപേക്ഷിച്ച് പോണതും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഈ വക ജാതി പെണ്ണുങ്ങൾക്ക് അതിൻ്റെതായ ശിക്ഷ ദൈവം ഈ കോടതി കൊടുക്കണേ. എന്ത് ഒരു കുഴപ്പമില്ല. ഞാൻ തിന്ന് കുഴപ്പിക്കും. പിന്നെ പറയണ്ടത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഓർമ്മക്കുറവിൻ്റെ അസുഖമുണ്ട്. ഞാൻ പേരും ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് അവളെ പോലുള്ളവരൊക്കെ കുറച്ച് ഇനിയിപ്പോൾ 1 മാസം ആകുമ്പോൾ അവള് പുറത്തിറങ്ങി നടക്കണ്ടാവും. ഈ തിക്കും തിരക്ക് ഒരു 2 ആഴ്ച ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ടൊരു തിക്കും തിരക്ക്. ഇനി വളരെ തെളിവെടുപ്പിന് കൊണ്ടുപോകാം, അങ്ങോട്ട് കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയൊന്നും ആവശ്യമില്ല. ഇതിനൊന്നും ആവശ്യമില്ല. ഒരു തെളിവെടുപ്പിൻ്റെ ആവശ്യമില്ല. അവളാണ് കൊന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ തക്കതായ ശിക്ഷ അവർക്ക് നമ്മുടെ നിയമത്തിന് പറ്റാത്തടത്തോളം കാരണം ഇതിൻ്റെ അപ്പുറം നമ്മൾ ഞാൻ അനുഭവിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കണം ഈ വക ജാതി പെണ്ണുങ്ങളെ. നാട്ടുകാർക്ക് തള്ളിയോട് കൊന്ന് പകുതി ജീവനായിട്ട് ആ പുഴയിലിടണം. അവൾക്ക് നീന്തി രക്ഷപ്പെടാൻ പോലും പാടില്ല. മുങ്ങി ചാവണം. ആ കുട്ടിയെ മരിച്ച പോലെ തന്നെ അവളും മുങ്ങി മരിക്കണം. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതായിപ്പോന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞ മക്കളുള്ളതാണ്. മനസ്സിലായി? ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതിനും അപ്പുറം ദുഃഖത്തിനോട് ഇപ്പം ഈ അങ്ങനെ നമ്മുടെ മഴയൊക്കെ ഒരൊറ്റ ദിവസത്തെ മഴയ്ക്ക് നമ്മുടെ കിണറുകിടും നിറഞ്ഞു കണ്ടഞ്ഞൊരു റിങ് കൂടെ ഉള്ളോട്ടോ നമ്മുടെ കിണർ നിറയും. പക്ഷേ നമ്മുടെ കിണറിൽ വെള്ളം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് പണി കൂടി ഉണ്ട്. ഫുൾ റിങ് ഇറക്കി കഴിഞ്ഞു. 10 കോൽക്കാണ് റിങ്. 10 റിങ്ങാണ് കേട്ടോ വാർത്തകളാണ്. 10 കോലാണ് നമ്മുടെ കിണർ താഴ്ച ആക്കിയാണ്. ഞാൻ മുകളിലേക്ക് ഒരു സൈഡ് നമ്മൾ സ്ലാബ് ഇട്ട് അടയ്ക്കും, ഒരു സൈഡ് മാത്രം ഓപ്പൺ ആയിട്ട് എടുക്കുള്ളൂ കേട്ടോ കിണറിൻ്റെ. അപ്പോൾ പൊന്നിൻ്റെ സൈഡ് നമ്മൾ അടച്ചിട്ടിട്ട് നമ്മുടെ സൈഡ് മാത്രം ഓപ്പൺ ആക്കും. പൊന്നിനും ഞങ്ങൾക്കും കൂടിയുള്ള കിണറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിണറൊക്കെ നിറഞ്ഞ് കണ്ട് മനസ്സും എല്ലാം നിറഞ്ഞു. എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ കുത്തി കിണറ്റിൽ വെള്ളം നിറയെ കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ. പിന്നെ നമ്മൾ രാവിലെ 7 ശേഷം നമ്മൾ ചെയ്യും നമ്മുടെ വയനാട്ടിൽ നിന്ന് മേടിച്ച തേയിലിട്ടിട്ട് ചായ കേട്ടോ. പക്ഷെ അതെല്ലാവർക്കും പറ്റുമെന്നല്ല. പേഴ്സണലി എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ രാവിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ വെള്ളയപ്പം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തലേദിവസം ഗ്രീൻ പീസ് എടുത്ത് നോക്കിയപ്പോഴാണ് ആകെ ഒരു പിടി ഗ്രീൻ പീസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെള്ളത്തിലിട്ടു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു. ഒരു പിടി ഗ്രീൻ പീസ് ഉള്ളൂ. അപ്പോൾ അതിന് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ആ ഗ്രീൻ പീസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ തലേദിവസം കുതിരായിട്ട് തന്നെ നമുക്കൊരു 2-3 വിസിലുണ്ടെങ്കിൽ കറക്റ്റ് വേവ് സെറ്റാവും കേട്ടോ. അങ്ങനെ രാവിലെ എണിച്ചു ചായ വെച്ചതിന് ശേഷം ഞാൻ വെള്ളയപ്പത്തിനുള്ള മാവ് എണിച്ച ശേഷം അരച്ച് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് വെള്ളയപ്പത്തിലേക്ക് കുറുമ ഉണ്ടാക്കാം. വെജിറ്റബിൾ കുറുമ, വെജിറ്റബിൾ ഇഷ്ടമില്ലേ, അത് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ.
അപ്പോൾ 2 ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കറിയാക്കാം എന്ന് വിചാരിച്ചാൽ 2 കുഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്, ഒരു തുണ്ട് ക്യാരറ്റ് വാട്ടി, ഇതാണെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു വാട്ടോല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറുപ്പൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ നേരത്തെ ആ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ വേറൊരാളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ചെയ്യുന്നവർക്കും അതായത് കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നവർക്കും തക്കതായ ശിക്ഷ നമ്മുടെ കോടതിയിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ, നിയമം അതിനുള്ള ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ കുറേയേറെ മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ ഒരു നേരം ആൾക്കാരെ കണ്ട് അവൻ്റെ കൂടെ പോകേണ്ടി മക്കളെ കൊന്നു പോകണത്, പിന്നെ മക്കളെ നമ്മൾ പ്രസവിച്ച മക്കളെ ആരുമില്ലാത്തൊരു വഴിയിൽ ഉപേക്ഷിച്ച് പോകണം പെണ്ണുങ്ങളെ തക്കതായ ശിക്ഷ കൊടുക്കണം തന്നെയാണ് ഞാൻ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂട്ടെ. ഇനി ചിലവർ കയറി നമ്മൾ പൊങ്കാലിടും, ആ പെണ്ണ് അതിന് വേണ്ടിയിട്ടല്ല എന്ന് പറയും. ഞാൻ ആ പെണ്ണ് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാവരും ഇപ്പോൾ ചെയ്തു വരണ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് നടക്കാം. അങ്ങനെ രാവിലെ തന്നെ ഉണ്ണുകൾക്ക് വെള്ളയപ്പം വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയിലാട്ടെ. എന്ന് വെച്ചാൽ ഓൾറെഡി ഇവരെ ശരീരത്തിൽ വല്ല പച്ചക്കറി ചെല്ലുക എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അല്ലാണ്ട് അവർ പച്ചക്കറി കുണുക്ക പിന്നെയും പച്ചക്കറിയൊക്കെ കുറേശ്ശെ കുണുക്കി കഴിച്ചിരുന്നതാണ്. കുണുക്കനാണ് കഴിക്കാൻ മടി. പക്ഷേ ഇപ്പോൾ കുണുക്കിക്ക് ചെറിയ മടിയൊക്കെ തുടങ്ങിയിട്ടാണ് പച്ചക്കറി കഴിക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാർത്തുമ്മയ്ക്ക് എൻ്റെ ഈ ഞങ്ങൾ വല്ല ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ വല്ല വെജിറ്റബിൾ സലാഡ് മേടിക്കും, കുക്കുംബറും അവൾക്ക് ഏറ്റവും ഇഷ്ടമായാലും സബോളയായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഉരുളക്കിഴങ്ങും സബോളയും ക്യാരറ്റൊക്കെ അരിയണം. ഞങ്ങളോട് അച്ഛനും മക്കളും എനിക്ക് വെളുത്തുള്ളി നന്നാക്കി തരിക കേട്ടോ, കുഞ്ഞ വെളുത്തുള്ളിയാണ്. അങ്ങനെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് നമ്മൾ ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, അരിക്കിട്ടു, കറിവേപ്പില ഇട്ടു. അങ്ങനെ അത് ജസ്റ്റ് വാടിയാൽ മതി, ഒരുപാട് ഇതാവേണ്ട ആവശ്യമില്ല. സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പച്ചയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഇങ്ങനെ വാടി ഇതായി പോകരുത് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, പച്ചമുളക് ഉണ്ടമുളക് ഇട്ടിട്ട് കാന്താരി മുളകൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നന്നാവും കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി കുറച്ചിട്ടു, കുരുമുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വാട്ടി കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് വാടണ്ട, ആ ഒരു ഇതിൻ്റെ പച്ച സ്മെല്ല് പോകണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ട്, അത് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് ഗ്രീൻ പീസിൽ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്തിനാ വെച്ചാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണം. മറ്റുള്ള വെജിറ്റബിൾസിന് വേവാൻ അധികം നേരമൊന്നും വേണ്ട, ജസ്റ്റ് വാടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവണം കേട്ടോ. അങ്ങനെ നമ്മളതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയ നമുക്ക് അതിലേക്ക് അടുത്ത കൂട്ട് വയ്ക്കേണ്ടത്. ഇവിടെ അച്ഛനും മക്കളും നല്ല തകൃത്തയായ നന്നാക്കാൻ കൂടിയ ആൾക്കാർ ഇപ്പോൾ മൊബൈൽ കളിയിട്ട് അച്ഛൻ മാത്രം ഒറ്റയ്ക്ക്. പിന്നെ നമ്മൾ ഓറഞ്ച് കളറിലെ പരിപ്പിൽ അതാണ് കേട്ടോ നമ്മൾ ആ കുക്കറിൽ വെച്ചിരുന്നത്, ഉച്ചത്തേക്കുള്ള കറിയാണ്. ഞാൻ ഇപ്പം ഓരോ കാര്യങ്ങൾ കുഞ്ഞോൾക്ക് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാൻ പറ്റും. പിന്നെ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഗ്രേവി കൂട്ടി ചോറിന് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ പറ്റൂട്ടെ, എരിവ് കുറവായിരിക്കും. എൻ്റെ ഉള്ള മുളകിനാണെങ്കിൽ തീരെ എരിവില്ല, അങ്ങനെ ഞാൻ ഉള്ള മുളകൊക്കെ നന്നാക്കിയിട്ട് ഇവിടെ ആണെങ്കിലോ ഇപ്പോൾ പിള്ളേർക്കായാലും ഞങ്ങൾക്കായാലും കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ കറിയിൽ. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രീൻ പീസൊക്കെ അല്ലാതെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് ഓൾറെഡി വെന്തതാണ്, എന്നാലും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഒരു സ്മെല്ലൊക്കെ പോയി, നമ്മുടെ പച്ചക്കുത്തിൽ ഗരം മസാല അതൊക്കെ പോയി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അതിലേക്കുള്ള അരപ്പരക്കാണ്. ഒരു 3 ടീസ്പൂൺ നാളികേരം, ഒരു 5-8 അണ്ടിപ്പരിപ്പ് കൂടി അരച്ചു, പെരിഞ്ജീരകം കൂടിയിട്ട് കേട്ടോ. നാളികേരം, അണ്ടിപ്പരിപ്പ്, പെരിഞ്ജീരകം കൂടി അരച്ച് പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നന്നായി അരച്ചെടുക്കണം കേട്ടോ. ആ ഒരു പേസ്റ്റ് ഒഴിച്ചപ്പോൾ നമ്മുടെ കറി സെറ്റ്, അടിപൊളി കറി കേട്ടോ. ഒരു രക്ഷയിൽ വേറെ പൊടികളൊന്നുമില്ല, ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പുപൊടി മാത്രമുള്ള പൊടികളിൽ, പിന്നെ പഞ്ചസാര ഒരു നുള്ളാതെ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഇട്ടതാണ് കേട്ടോ. എന്തൊരു ക്രീമി ടേസ്റ്റാന്ന് പറയാം വെജിറ്റബിൾ കുറുമയ്ക്ക്. ആരെങ്കിലും ഉണ്ടാക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് ഒരു 5-6 അണ്ടിപ്പരിപ്പ് വറുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുന്തിരി അങ്ങനെ ഇഷ്ടമില്ലാത്തതിനും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുന്തിരി കൂടിയിട്ട് വറുത്ത് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനെ വിളിച്ചിട്ട് അതിനായിട്ട് അടിപൊളി എന്നിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റ് പറയുന്നുണ്ട് എന്നൊക്കെ ഫേസ് ഉണ്ടാകാറ്. പക്ഷേ എനിക്ക് വോയിസ് ഞാൻ കൊടുത്തപ്പോഴാണ്, ഞങ്ങൾ വോയിസ് സംസാരിച്ചിട്ടാണ് വീഡിയോ എടുത്തെങ്കിലും നമുക്ക് ഇടാൻ പറ്റില്ല. നമ്മുടെ കുണിക്കാണോ അപ്പുറത്തെ എവിടുന്നോ ഒരു ഹിന്ദി പാട്ടൊക്കെ കേൾക്കണത്, ഇനി വരെ കോപ്പി റൈറ്റ് വേണ്ടായിട്ട് അത് മ്യൂട്ട് ചെയ്തു വിട്ടാൽ. അതിനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫേസ് കണ്ടാലും
ടേസ്റ്റ് അടിപൊളി, എന്ത് രസമുണ്ടെങ്കിൽ സൂപ്പർ കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്തുണ്ടാക്കിയാലും ഈ മനുഷ്യൻ അങ്ങനെ പറയും. അതുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കുക. ഇങ്ങനെ നമുക്ക് ഈ നാളികേരപ്പാലൊക്കെ 1-ാം പാല് 2-ാം പാല് കണ്ടോ, ഞാൻ എടുത്ത് കാണിച്ചതിന് എന്താണെന്ന് പറയുക, നല്ല ക്രീമി ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ, ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലേക്ക് ഇതിൽ കുറച്ചൊരു ചെറിയ ബോട്ടിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് കുറച്ച് ചീനഞ്ചിട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ഇട്ടിട്ട് ചൂടാക്കി വെള്ളയപ്പം മാവും ഒരു 4 വെള്ളയപ്പത്തിനുള്ള മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുണിക്കുകയും ഞാൻ ഈ വെള്ളയപ്പം ഈ വെജിറ്റബിൾ കുറുമയും കൂടിയിട്ടാണ് കൊടുത്തിട്ട്. ഒരു കേടുമില്ല, ഞാൻ ഇതിങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ കേട്ടോ. ഒരു കേടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നല്ല എയർ ടൈറ്റ് ഡപ്പയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റും അടിപൊളിയാണ്. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, അതിൻ്റെ ഗ്രേവിക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നൂലപ്പം ഇതിനൊക്കെ ചേരും കേട്ടോ. ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു വെജിറ്റബിൾ കുറുമയാണ്. ആരെങ്കിലും ഉണ്ടാക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ പറയണേ. പലരും പല തരത്തിലാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു ഇതാണ് കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഈ കോഴിമുട്ട ഡയറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഒരു വെള്ളയപ്പെല്ലാം ഞാൻ കഴിക്കുക. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി കഴിക്കട്ടെ കേട്ടോ. പക്ഷേ ചിരിച്ചോണ്ടിരിക്കുന്നത് വേറെ ഒരു മുട്ട കഴുകിയത് കയ്യിൽ പൊട്ടിയിട്ടാണ്. അപ്പോൾ അത് കൊണ്ട് ചെറുക്കിയായിരുന്നു. പിന്നെ നമ്മൾ ഇനി അടുത്തത് പരിപ്പ് കറിക്കുള്ള അരിപ്പ് ഉണ്ടാക്കാനിട്ട്. അപ്പോൾ കുറച്ച് നാളികേരം ഇട്ടു, 4 ചുവന്നുള്ളി ഇട്ടു, 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൂട്ടാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് തുറന്ന് നോക്കിയപ്പോൾ 2 വിസിൽ, ഈ ഓറഞ്ച് പരിപ്പുണ്ടല്ലോ, 2 വിസിലടയ്ക്കുമ്പോഴേക്കാണ് വെന്തോട്ടയും കേട്ടോ. അപ്പോൾ പരിപ്പിൻ്റെ വേവൊക്കെ ഓരോരുത്തർ പരിപ്പിനനുസരിച്ച്, പക്ഷേ ഈ പരിപ്പ് പെട്ടെന്ന് വേവുണ്ട്. മറ്റേതാണെങ്കിൽ ഒരു 3 വിസിലടിക്കണം. ഇതൊരു 2 വിസിലടിക്കുമ്പോഴേക്കാണ് വെന്തോട്ടയും. അങ്ങനെ നമ്മളായിരിക്കും ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ അടുത്തത് നോക്കിയപ്പോൾ എരിവ് കുറവ്, ഞങ്ങൾക്കല്ല കുറച്ച് എരിവാണ്. നല്ല ചീനമുളകൊക്കെ ആണെങ്കിൽ ഇന്നലെ പോയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നു കുറച്ച് ചീനമുളക് മേടിച്ചു കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് കറിയിൽ കുറച്ച് എരിവുള്ളതാണ് ഇഷ്ടം. അപ്പോൾ എരിവ് കൂട്ടാത്ത കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കറി ഇതാട്ടോ. ഗ്രേവി ഒരുപാട് ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം. എരിവുണ്ടായാലും കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേക്കാൻ ഒരു നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരെയും കുട്ടികൾക്ക് നല്ലത്. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഈ പരിപ്പ് കറിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നെയ്യ് കഴിക്കാത്ത കുട്ടികൾക്ക് അതും നെയ്യ് അകത്തേക്ക് ചെല്ലും. എന്താ വെച്ചാൽ നെയ്യ് ഒഴിച്ചാൽ പ്രത്യേകിച്ച് അതിന് നെയ്യിൻ്റെ സ്മെല്ലല്ല, പക്ഷെ വേറൊരു നല്ല സ്മെല്ല് വരും ഈ കറിക്ക്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കുറുമയൊക്കെ ഇറക്കി വെച്ചു. നമ്മുടെ ഇപ്പോൾ പരിപ്പ് കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നു. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചു അപ്പോൾ എരിവ് കുറവാണെന്ന് വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്തു, വറ്റൽമുളക് ഉണ്ടല്ലോ കുഞ്ഞിതാക്കി കുറച്ച് കൂടുതൽ ഇട്ടു കേട്ടോ. അപ്പോൾ കൂണ് കഴിക്കുന്ന സമയത്ത് അതൊന്ന് ചോറിൽ തിരുമ്പി കൂട്ടി കഴിഞ്ഞാൽ എരിവ് കിട്ടില്ല. അതിനാണ് കേട്ടോ. അപ്പോൾ കുണിക്കും എല്ലാവർക്കും ഈ കറി ഇഷ്ടമായിട്ട് തന്നെ ഈ ഒരു കറിയും മീൻ വറുത്തതും കൂട്ടി ചിക്കൻ വറുത്തതും കൂട്ടിയിട്ടാണ് കുണക്കൻ ചോറുണ്ടത്. അപ്പോൾ ഈ സമാധാനം. കുണക്കന് സ്കൂളിൽ കൊടുത്തേക്ക് ഓരോ കറി ആദ്യം ഇങ്ങനത്തെ ഒന്നും കൂട്ടില്ലായിരുന്നു. വെറും മീൻകറി മാത്രം കഴിക്കുള്ളൂ. എന്നും മീൻകറി വെക്കേണ്ട ഒരവസ്ഥ. അങ്ങനെ ഞങ്ങൾക്ക് സമയത്ത് മീൻകറി വെറുത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുണുക്കൻ ഇങ്ങനെ പരിപ്പും തക്കാളി കറിയും സാമ്പാർ എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓരോ കറികൾ മിഞ്ഞാന്ന് എരിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി വേറെ നിറയെ ചോറുണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ കോപ്പയിലേക്കുള്ള കറി ഉണ്ടാക്കിയുള്ളൂട്ടെ. ഇപ്പം ഞങ്ങൾ 4 ആൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. വലിയൊരു കുടുംബം ആയിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് ഞങ്ങളുടെ പഴയ വീഡിയോസുകളൊക്കെ ഇരുന്ന് കണ്ടിട്ട് പൊന്നും കുഞ്ഞനും കുണുക്കനും കുണിക്കും ഞാനും അനുവേട്ടനും മാത്രമുള്ള കാലഘട്ടത്തിലെ ഓരോ വീഡിയോസ്, മന്തി ചലഞ്ച്, അങ്ങനെ കുറേ ചലഞ്ചുകളുടെ വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കുണിക്കുമ്പോളെ പ്രസവിച്ച സമയത്ത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇന്ന് കാണുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞു, എത്ര വലിയ കുടുംബമായിരുന്നു അല്ലേ, ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു ഇത്ര. അത് ചില സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ട്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ചിരുന്ന് കഴിക്കലും കുടിക്കലൊക്കെ ഉണ്ടായതോടത്ത് ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞപ്പോൾ അതൊരു വിഷമം. എന്താ വെച്ചാൽ ചിലർക്ക് ആൾക്കാർ കുറവുള്ളതായിരിക്കും ഇഷ്ടം, പക്ഷേ എനിക്ക് എല്ലാവരും ഒരുമിച്ചുള്ളതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ അനുവേട്ടൻ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ അനുവേട്ടൻ്റെ കണ്ണും നിറഞ്ഞു പോയി. പഴയ വീഡിയോകൾ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അനുവേട്ടൻ അങ്ങനെ കരയുന്നു. പക്ഷേ അനുവേട്ടനും ഇന്നലെ പഴയ വീഡിയോ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ അടുത്തൊരു ഫ്രൂട്ട് ബേ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അന്നേരം ഞങ്ങൾ പോയൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അനുവേട്ടൻ ഇങ്ങനെ കരഞ്ഞു. അങ്ങനെ എന്നും മക്കളെ ആലോചിച്ച് വിഷമിക്കാനായിരിക്കും ഞങ്ങളുടെ 2 ആൾ യോഗം. അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ.
അങ്ങനെ ഞാൻ എൻ്റെ ഉണ്ണികൾക്ക് വാരി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. വെള്ളയപ്പം കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു ഒന്ന് കഴിച്ച് നോക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ കുടിക്കുമ്പോൾ വേറെ ഒന്നുമില്ല ക്യാരറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയണ ഉണ്ണി ക്യാരറ്റ് കഴിച്ചാലാണ് നല്ല ഭംഗി വയ്ക്കും, നല്ല സുന്ദരി കുട്ടിയും നല്ല തടിയൊക്കെ വയ്ക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് ചൂണ്ടായിട്ടിട്ട് ഞാൻ അത് വാരി വെച്ച് ഒന്ന് ചോദിച്ചപ്പോൾ എന്നിട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് വാരി വെച്ച് എന്താ കേട്ടോ. അങ്ങനെ ഈ 2 വായ കൊണ്ട് കഴിച്ചിട്ട് ഞാൻ അവിടെ ജനിച്ചു പോയിട്ട് അതായത് വെജിറ്റബിൾ കുറുമയിലെ ക്യാരറ്റ് ഒന്നും കുണിക്ക് തിന്നണില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ കാർത്തുവാണെങ്കിൽ ആ പച്ചക്കറി കണ്ട അവട്ട കിടന്ന് മരിക്കും. സബോള നന്നാക്കാൻ നിർത്തില്ല, സബോള നന്നാക്കുമ്പോഴേക്ക് എടുത്തേനു കേട്ടോ. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കുണിക്ക് കാർത്ത് നേരെ വെക്കുന്നുണ്ടോ പച്ചക്കറി എന്നിട്ടാണ്. അപ്പം എന്താ പറഞ്ഞു കേട്ടാ ചമ്മന്തി, മുതിരവെള്ളം, പയറുവെള്ളം, നീന്റെ ചാറ്, നീ അച്ഛന്റെ കുട്ടിക്കാലത്ത് അച്ഛന് മീനിന്റെ കഷ്ണോ ഇങ്ങനത്തെ സാധനങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല, അതറിയോ? അച്ഛൻ വായല വെച്ചെന്താ ഓർമ്മയുണ്ട്? അതിനെന്റെ അച്ഛൻ കിട്ടാ അതിനെന്റെ അച്ഛൻ വായല വെച്ചെന്താ ഓർമ്മയുണ്ടോ? അല്ലേ വെച്ചെന്നുണ്ടാവോ? ഉണ്ടാവില്ല. ആ എന്റെ അച്ഛൻ വെറൈറ്റി അമ്മടേന്ന് ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ. പിന്നെ പറ രാവിലെ അതായത് കുണുക്കൻ പഠിക്കണ സ്കൂളിൽ ഞാൻ അതിനായിട്ടും പഠിച്ചിരുന്നത് പോയി വന്നിരുന്നത്. അപ്പൊ അവിടെ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോവാനായിട്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 2 പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ ഉണ്ടല്ലോ. ഇന്റർവെല്ലിന്റെ നേരത്തെ ഓടിയിട്ട് വരും. ആ നേരത്തെ ആയിരിക്കും അമ്മ ഫുഡ് കഴിക്കട്ടെ. ഒന്ന് ഈ മോൻ വരുന്നുള്ളതുകൊണ്ട് ആ നേരത്തെ അമ്മ കഴിക്കണതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അമ്മയുടെ നിന്ന് 2 വായ കഴിച്ചിട്ട് പോവും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ ഉണ്ടല്ലോ. ആ നേരത്തെ ഓടി വരുമ്പോഴാവും അമ്മ ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ഫുഡ് കഴിക്കാനല്ല അമ്മേനെ കാണാൻ വരുന്നത്. ശരിക്കും സത്യാണ്. ഭയങ്കര ഇഷ്ടാ അവനെ കാണാനായിട്ട് വരുന്നുണ്ടോ? അത് ശരിയായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഉള്ളവർ പറയുന്നു അമ്മയുടെ ഉഞ്ഞായ കുടിക്കാൻ വരണ മോന്ന് വന്നിരുന്നു. ഗൾഫിൽ നിന്ന് പോയിട്ട് 5-6 മാസം ആകുമ്പോഴേക്ക് വരും. എന്തിനാ? അമ്മയുടെ മോനാണോ? ഇങ്ങോട്ട് അമ്മയുടെ മോനാണോ സുന്ദര? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കുരങ്ങൻ എല്ലാവരെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ആൺകുട്ടികൾക്ക് അമ്മമാരോടായിരിക്കും കൂടുതൽ ഇഷ്ടം, പെൺകുട്ടികൾക്ക് അച്ഛനോടും. പക്ഷെ ഇവിടെ തിരിച്ചാണ് മോൾക്ക് അമ്മോടെ ഏറ്റവും ഇഷ്ടം. നമ്മളെ അച്ഛനെ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാണ്ടല്ലോ. അച്ഛൻ 2 ദിവസം അമ്മോട് തല്ലുണ്ടാക്കിയിരിക്കില്ല നോക്കിയാ. അച്ഛന്റെ സ്വഭാവം അയ്യോ വെളുത്ത അച്ഛനല്ലാത്തോണ്ടാണോ? കൊള്ളാലോ ഇതേ എന്റെ പൊന്നും കൂടെ പൊന്നുകൂടത്തിന് ചില നേരത്തെ മനസ്സിന് ചാഞ്ചാട്ടുണ്ടോ? മാറ്റി പോളാർന്ന് എന്റെ ഭർത്താവിനെ കെട്ടിടിക്കുമ്പോഴേക്കും പിന്നെ നിങ്ങളുടെ അവകാശമാണല്ലോ. കുശുമ്പത്തേടാ രാത്രി ഞങ്ങൾ അതിനെ അടുത്ത് പോലും കെടുത്തില്ല. തൊടണമെങ്കിൽ വല്ല തോട്ടി വെച്ച് തൊടണ്ടു വരും. അല്ലേട്ടാ എന്താ ചെയ്യാ? വിഷമായിട്ടൊക്കെ അറിയണില്ല എന്നുള്ളതിനായിട്ട് അങ്ങനെ പറയുമ്പോൾ അച്ഛനോട് സോറി പറയും. കറുത്ത അച്ഛൻ ഉണിക്ക് സോറി പറയും. ഞാൻ ഫാൻ വെച്ചേരാ ഇവിടെ ഇരിക്കും. താഴത്ത് ഇറങ്ങിയിരിക്കും. അങ്ങോട്ട് പോയേ ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലടാ. എൻ്റെ അടുത്ത് ആരല്ലടാ. നിങ്ങളൊക്കെ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുന്നുണ്ടോ?
ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വെള്ളയപ്പം ഒരു മുട്ട പുഴുങ്ങിത്തോട്ടാ. അതിനാണ് 4 വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളയപ്പം കഴിച്ചാലാണ് ഇപ്പോൾ വെള്ളയപ്പം തീരെ കട്ടിയില്ലാത്ത വെള്ളയപ്പാട്ടാ. ആ അതാ നിങ്ങളുടെ വെച്ചു ഞാൻ വെച്ചോ. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി കുറുമക്കറി കേട്ടാ. ഇത് പാവം പൊന്നു കണ്ടു കഴിഞ്ഞാൽ പൊന്നു ഓടിയിട്ട് കാർത്ത് അതിനേക്കാൾ ഫസ്റ്റ് ഉണ്ടാവും. പച്ചക്കറിയിലാണ് ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടം കാർത്തമ്മയ്ക്ക്. പിന്നെ ഇതേ വിത്തൗട്ട് ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. വയനാടൻ ചായ അത് സോഫ്റ്റ് വെള്ളയപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പം. ദോശച്ചട്ടിയിലത്തെ വെള്ളയപ്പം ഉണ്ടാക്കി മാറ്റിയില്ല. സോഫ്റ്റ് ഇല്ലാണ്ടിരിക്കും തോന്നുന്നുണ്ടോ? ഞാനും നാളികേര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചരികില്ലേ അതിന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലിട്ടുള്ള ഇഞ്ചിയൊക്കെ കടിച്ചാൽ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിട്ടാ. നമ്മുടെ വീട്ടിൽ വിരുന്നേരം ഇടുമ്പോൾ നാളികേരപ്പാൽ എടുക്കാൻ തന്നെ മടി തോന്നും ചില സമയങ്ങളില്ലേ. 1-ാം പാല് 2-ാം പാല് ഇത് അതൊന്നും വേണ്ട. കുറച്ച് നാളികേരുണ്ടെങ്കിൽ ഒരു 10 അണ്ടിപ്പരിപ്പടി നല്ല തിക്കായിട്ടുള്ളതാ. നിങ്ങളെ 2 വായോട് വേണോ? കറുത്തച്ഛൻ്റെത് വേണോ? എന്ത് ടേസ്റ്റാന്ന് പറയാൻ ഉണ്ടാക്കാത്തവരോ അല്ലെങ്കിൽ ജസ്റ്റ് ഇത് വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ പറഞ്ഞോട്ടാ. ഞാൻ ഇപ്പോൾ വീഡിയോ കുക്കിംഗ് വീഡിയോ കാണിച്ചു തരാനും എല്ലാവർക്കും എളുപ്പത്തിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് ഞാൻ കാണിച്ചു തരാണെങ്കിൽ അതായിരിക്കും ഉറപ്പാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം അല്ലേ. ഇങ്ങനെ ഉണ്ടാക്കി ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്നത് ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് അടിപൊളിയായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ഉറപ്പ് പറയണത്. ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണെന്നല്ലേ. നമ്മളെന്നെ നല്ല ഇഷ്ടമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏത് ഫുഡ് ഉണ്ടാക്കിയ സൂപ്പറാന്ന് പറയും. നമ്മളോട് സ്നേഹം കൊണ്ടാ. ഇത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറയാം, ജോലിക്കാർ അമ്മമാർ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം, ജോലിക്ക് പോകണം, അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാട്ടോ കൂടുതലും. പിന്നെ നമ്മുടെ വീട്ടിലൊരു വിശേഷമൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊരു വിശേഷം വരികയാണെങ്കിൽ എൻ്റെ അമ്മേട്ട കുറുമക്കറിയും അപ്പൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊക്കെ ഓർഡർ ചെയ്ത് തുടങ്ങി. പണ്ടൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഒരു അപ്പം കുറുമക്കറിയൊക്കെ ഉണ്ടാക്കാൻ സുഖമാട്ടാ. എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. അന്നൊക്കെ വിരുന്നേര് വരാൻ കൊതിക്കും. എന്തിനൊരു കോഴീനെ ഒടിച്ച് പിടിക്കലുണ്ട്. കോഴിനെ പിടിക്കല് കൊല്ലൊക്കെ ഞാനാണ്. ചാറ് കിട്ടും. കഷ്ണം ഇടില്ല ശരിക്കും. എന്നൊക്കെ അങ്ങനെയല്ലേ ഉള്ളൂ. വിരുന്നേര് വന്നേര് അങ്ങനെ ഓടിച്ച് പിടിക്കൊക്കെ ചെയ്യും. വിഷമില്ല, വിഷമില്ല കിട്ടാണ്ടാകുമ്പോ. അങ്ങനെ ഫുഡിനോടൊരു ഇതുള്ള ആളല്ല എന്തിനും കിട്ടിയ കഴിക്കാന്നല്ലാണ്ട് ഇന്നത് വേണം ഇന്നത് കിട്ടിയില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. പിടിക്കാൻ പങ്കുവരുന്ന ആൾക്കാർ രവി ഇവരൊക്കെയാണ്. നമുക്കൊക്കെ ഫുഡിനോട് എന്തെങ്കിലും ഇഷ്ടം കിട്ടണം അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. എപ്പോഴും പറയാം ഇത് ഒരു തരി ചോറ് വെളിച്ചെണ്ണ ഇപ്പിട്ടെന്ന് ഞാൻ വയറുന്നറിയാൻ കഴിക്കും. അങ്ങനെയൊന്നുമില്ല കാര്യം ഇന്നത് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തില് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ടായിരിക്കാം നല്ല
ഫുഡ് ഉണ്ടാക്കുന്ന ഭാര്യനെ കിട്ടിയത്. ഫുഡ് ഉണ്ടാക്കുന്ന ഭാര്യ മാത്രമല്ല എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കില്ല, എന്നെ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി നീരെ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. തറവാട് വീട് കൂട്ടുകുടുംബക്കുള്ള പങ്ക് വയ്ക്കുമല്ലോ, പങ്ക് വയ്ക്കുമ്പോൾ അന്നു കൊടുത്തിട്ട് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. എൻ്റെ പങ്ക് കൂടി അന്നേരം ഞാൻ കൊടുക്കും. അങ്ങനെ ഒരു ഭാഗ്യം ഗായിരുന്നു കിട്ടിയത്. എന്താ പറഞ്ഞിന്നലെ ഇനിയിപ്പോ വേറെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുമ്പോ ഇന്നലെ തിരക്ക് പെണ്ണ് കാണാൻ വരുമ്പോ വഴിയിൽ ഞാൻ അതിനുള്ള പെണ്ണുകളിൽ നടത്തിയത് ഞാൻ എൻ്റെ കൊടുക്കുന്നു. പെണ്ണ് കാണുന്നത് എങ്ങനെ ഒരു 75 വയസ്സായിട്ടാണ്. ഒറ്റ മക്കളും തള്ളട അതേ കുട്ടി കുറുമ്പുള്ള മക്കളും മത്തത്തി കുമ്പളമാക്കിയോ ഇത് കുമ്പളും മത്ത കൂടി ഇതാ മുളച്ചിക്കണ്. ഞാൻ കട്ട് ചെയ്തിട്ട് കാട്ടുമേനെ വെക്കുന്നത് അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്നാലോ കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഏകദേശം പണികളൊക്കെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ അയിലാണ്, അത്ര പോരായില്ല, എന്നാലും കുഴപ്പമില്ല. അത് കറി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അരിവത്തിന് എണ്ണയുണ്ട്, അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് അത് തടച്ചിരിക്കും. മീൻ വറുത്തത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ദിവസമായിട്ട് പറയണത് ഒരു 4-5 പീസ് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് വറുത്തരാം. അപ്പോൾ അത് മസാല പറ്റിച്ചിട്ട് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുക്കളയുടെ ഒരു അവസ്ഥയാണ്. അപ്പാ ഇനി ഇത് ചടപടാത് തീർക്കട്ടെ കേട്ടോ. അങ്ങനെ നേരെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കട്ടെ. ഇതിലുള്ള പാത്രം തന്നെ കഴുകിയതൊക്കെ എടുത്ത് സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാത്രം കഴുകണം. വെള്ളയപ്പമാവ് ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കണമൊക്കെ കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങളുടെ പഴയ വീഡിയോസോടെ ഇന്ന് കണ്ടു കേട്ടോ. ഞാൻ പറയാം ആ വീഡിയോസ് കണ്ടപ്പോൾ അതിനായിട്ട് കാര്യം കണ്ടപ്പോൾ എനിക്ക് വിഷമം. ഞാൻ ഒരിക്കലും അതിൻ്റെ എന്താ വെച്ചാൽ പൊന്നിനെയും കുഞ്ഞിനെയും എല്ലാവരും കണ്ട് ഞങ്ങൾ മാത്രമായിട്ടൊരു കുറേ കാലഘട്ടത്തെ വീഡിയോസുകൾ ഞങ്ങളുടെ പഴയ നമ്മുടെ ഈ ചാനലിൽ കിടക്കുന്ന പണ്ടത്തെ കാലഘട്ടങ്ങൾ ഞാൻ കുറേ ചലഞ്ച് വീഡിയോകൾ അതൊക്കെ കുണിക്ക് ആദ്യമായിട്ടാണ് ഇരുന്ന് കാണുന്നത്. കുണിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുണിക്കിൻ്റെ ചെറുപ്പക്കാലം കാണുന്നതും. പിന്നെ അതിനായിട്ട് ഞാൻ പൊന്നു കുഞ്ഞ് കുണിക്കി ഞാൻ 5 മാത്രമല്ല കുറേ നല്ല നല്ല നിമിഷങ്ങൾ കുറേ ബുദ്ധിമുട്ടിലൂടെ ആണെങ്കിലും അന്നത്തെ സമയത്ത് നമ്മൾ പോവുകയാണെങ്കിലും ഉള്ള ഒരുപാട് നമ്മൾ ആ സമയത്ത് കുറേ കഷ്ടപ്പെട്ടിട്ട് പോയ സമയങ്ങളുണ്ട് കേട്ടോ. ലോക്ക്ഡൗൺ കാര്യങ്ങൾ ഹോട്ടൽ അടച്ചു പൊട്ടിയ സമയം. എന്നാലും നമുക്കറിയാം അത് പറയുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നിറയാം. എന്നാലും ആ ഒരു സമയത്ത് ഞങ്ങൾ അനുഭവിച്ചിരുന്ന സന്തോഷം അത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ 5 ആളായിട്ട് ഒരുമിച്ച് വീഡിയോസ് എടുക്കുക, ചലഞ്ച് വീഡിയോകൾ എടുക്കുക, ചിരി കളി. ഇപ്പോൾ പഴയ വീഡിയോസുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുക. പക്ഷേ ഒരു കാര്യത്തിൽ യൂട്യൂബ് ചാനൽ ഉണ്ടായത് നന്നായില്ലേ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് അതൊക്കെ ഇന്ന് കാണാനും ഒക്കെ പറ്റണത്. അങ്ങനെ ഒരു കുറേ കാലം നിമിഷങ്ങളും കാലഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. ഇന്ന് മക്കളെ ചൊല്ലി വിഷമിക്കുന്ന ഒരു അച്ഛനും അമ്മയാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചില സമയത്ത് സന്തോഷം. എന്താണെന്നറിയാം, ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര മിസ് ചെയ്യുക നമ്മുടെ ആ പണ്ടത്തെ കാലഘട്ടം. ഞങ്ങളുടെ ഒരു കുഞ്ഞു ജീവിതം കാര്യങ്ങളും എന്ത് വലിയൊരു കുടുംബമായിരുന്നു എന്ന് പറയും. എല്ലാവരും കൂടി ചായ കുടിക്കാൻ മേശയിൽ ചുറ്റിരിക്കുക, എല്ലാവരും കൂടി കളിക്കുക, ചിരിക്കുക, വർത്തമാനം പറയുക. ഒരു നിമിഷം കൊണ്ട് തന്നെ വെട്ടിച്ചുരുക്കിയ വഴിയായി. ഞങ്ങൾ മാത്രമായി 4 ആൾ മാത്രമായി. ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ വേറൊരു ജീവിതം വേറൊരു ലോകത്താണ് ഞങ്ങൾ. നമ്മുടെ പണ്ടത്തെ ഒരു കാലഘട്ടവും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ കുറേ ബുദ്ധിമുട്ടുകളും കാശിട്ടായിട്ടുണ്ടെങ്കിൽ ആ പണ്ടത്തെ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ പ്രസവിച്ച മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാലഘട്ടം ഏറ്റവും നല്ല മനോഹരമായ കാലഘട്ടം അല്ലേ. പക്ഷെ അതില്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷം മാറിയത്. പെട്ടെന്ന് കരച്ചിൽ വന്നാൽ കരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യം മൂക്കടയും. അങ്ങനെ നമ്മൾ അവരുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2
കുറുമ്പത്തിനും കുളിപ്പിക്കാൻ പോലെ പറയണം. അപ്പോൾ അവരുടെ ഫേസിലേക്ക് ഞാൻ വെന്ത വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക. വെന്ത വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര റേറ്റാണ്. നമ്മൾ ഏതൊരു ഹൈലൈറ്റ് ആണെന്ന് ശോഭസിറ്റിന്ന് നല്ലൊരു ബ്രാൻഡ് അതിന് ആ വെന്ത വെളിച്ചെണ്ണ ഒരു ചെറിയ ബോട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഫേസിൽ വെളിച്ചെണ്ണ പറ്റാറില്ല, കാരണം ഞാൻ ആ പറ്റേൻ്റെ കൈ കൊണ്ട് കഴുത്തിനും കൈമീൻ പറ്റിയിട്ടാണ്. ഉണ്ണോൾക്ക് ഫേസിലും വെന്ത വെളിച്ചെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യുക. കൈമൊക്കെ വെന്ത വെളിച്ചെണ്ണ പറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരെന്നെ കുളിപ്പിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തു. ഇനി അതിനായിട്ട് ചൂടാണ് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.